ഇതിന്റെ കോൺട്രാക്ടർ ആരാ? സാർ തനിക്ക് ഇവിടുന്ന് അനുമതി കിട്ടിയത്? ഇത് മുനിസിപ്പാലിറ്റി. ഇത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറേ ഞാനിതിന്റെ പെർമിഷനൊക്കെ എടുത്താണ് ചെയ്യുന്നത്. പെർമിഷൻ എനിക്ക് ആരൊന്നും അവിടെ ഉണ്ടായിരുന്നു ഓഫീസറൊന്നും. ഇപ്പൊ ഞാനാണ് ഓഫീസർ. ഇതിപ്പോ അനധികൃതമായിട്ടാണ് ഈ ബിൽഡിംഗ്. എത്രയും പെട്ടെന്ന് പണി നിർത്താനുള്ള ഏർപ്പാട് ചെയ്യാം. ഇതിന് സ്റ്റേ ഓർഡർ ഞാൻ വാങ്ങും. സാറേ എന്ത് വർത്താനം സാറേ പറയുന്നത്? ഞാൻ അവിടെ കാണേണ്ടവരും കൊടുക്കേണ്ടവരൊക്കെ മാക്സിമം കൊടുത്തിട്ട് തന്നെയാണ് സാറേ ഞാനിപ്പോ. ഓഫീസർ ഞാനാണ്. എന്തെങ്കിലും തനിക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ നാളെ ഓഫീസിൽ ഒന്ന് സംസാരിക്കാം. സാർ അതെന്ത് വർത്താനം സാർ? ഓഫീസിൽ നാളെ ഓഫീസിൽ ഒന്ന് സംസാരിക്കാം. ഹലോ സാറിന് അറിയില്ല സാറേ, ഞാൻ ഇത് പെർമിഷൻ വേണ്ടി ഞാൻ ആ ഓഫീസൊക്കെ കയറി ഇറങ്ങിയത്. സാറും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഞാൻ അവിടെ ആർക്കാ സാർ കൈക്കൂലി കൊടുക്കാതെ? നിങ്ങൾക്കൊന്നും എന്തിനാ സാറേ ഞാൻ കൈക്കൂലി? പിന്നെ എന്താ സാറേ ഇത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. സാറ് പുതിയ സാറാണ്. പഴയ സാറ് ട്രാൻസ്ഫർ ആയി പോയി. സാറ് ഞാൻ പറ്റില്ല സാറേ. ആള് കുറച്ച് കർശനക്കാരനാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം വർഷത്ത് കൈമടക്ക്, എല്ലാം ശരിയാവും. ഇനി അത് വേറെ പ്രശ്നമാവോ? ഇല്ല, അത് ചെയ്താൽ മതി, ഒക്കെ ശരിയാവും. നിങ്ങൾ ഓഫീസിൽ വാ, അവിടുന്ന് കാണാം. സാറേ സാർ അവിടെ പണിക്കാരൊക്കെ ആകെ ബ്ലോക്കായിരിക്കും സാറേ. എന്തായാലും പെട്ടെന്നൊന്ന് കാര്യങ്ങളൊന്നും ശരിയാക്കി തരാം. എന്താണ് എനിക്ക് ഇത്ര തിരക്ക്? സാറേ എനിക്ക് വേറെ അപ്പുറത്ത് 2-3 സൈറ്റ് ഉണ്ട് സാറേ. എനിക്ക് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പുറത്തെ സൈറ്റിലേക്ക് പണിക്കാരെ കൊണ്ടുപോകാൻ സാറേ. ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരാം. എടോ, അങ്ങനെ തിരക്ക് പിടിച്ച് പണി തീർത്ത് കൊടുക്കേണ്ടവനാണെങ്കിൽ നീ നിയമപരമായിട്ട് വേണം മുന്നോട്ട് പോകാൻ. നിന്റെ ഉടായ്പ പരിപാടിയിൽ പേപ്പർ ഉണ്ടാക്കിയിട്ട്. സാറേ ഞാനിത് ഇന്ന് നിലം തുടങ്ങിയതാണ്. ഞാൻ ഒരുപാട് സൈറ്റിൽ കുറെ കാലമായിട്ട് പണിയെടുക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഓഫീസർമാർക്കൊക്കെ എന്നെ അറിയുന്നതാണ്. ഞാൻ ഒരുപാട് കാലം മലയാളം സംസാരിക്കണോ? ഇപ്പൊ ഓഫീസർ ഞാൻ അവിടുത്തെ സാറേ ഇവിടെ ഉള്ള ഓഫീസർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ സാറേ. മുമ്പുള്ള ഓഫീസർ ഇപ്പൊ മുമ്പുള്ള ഓഫീസർ ഒരിക്കലടുത്ത് പോയി ഞാൻ അടുത്ത ബിൽഡിംഗ് ഉണ്ടാക്കി. ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറയണ പോലെ ചെയ്യണം. സാറേ സാറ് പറഞ്ഞിട്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. മറ്റാൾ വിളിച്ചോളൂ സാർ. തനിക്ക് അവിടെ അറിയാം? ഇല്ല സാർ. സാർ അതും ഇതുമായിട്ട് എന്താ ബന്ധം സാറേ? എനിക്ക് അവിടെ സൈറ്റിൽ പണി നടക്കണം. പിന്നെ മറ്റേ സാറ് പറഞ്ഞ പോലെ ഞാൻ 5-6 ലക്ഷത്തിന് കൊടുക്കും. സാർ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി സാറേ. അങ്ങോട്ട് മാറ്റിക്കൊടുക്കും സാർ. ഇതൊന്ന് പെട്ടെന്ന് പൈസ അങ്ങോട്ട് മാറ്റിക്കൊടുക്കും. എടോ, 2 മാസം മുന്നേ തന്റെ സൈറ്റിൽ നിന്ന് ബിൽഡിംഗിൽ നിന്ന് വീണ്ട ഒരാൾ ആശുപത്രിയിലായിരുന്നു. അതെ സാർ. അതിനുശേഷം അയാൾ മരിക്കുകയും ചെയ്തു അല്ലേ? അയാളുടെ വാപ്പയുടെ ഇത്. തന്റെ ബിൽഡിങ്ങിന് അയാൾ വീണപ്പോ താൻ ഫസ്റ്റ് എയ്ഡും കൊടുത്ത് താൻ തന്റെ പാട് നോക്കി പോയി. അയാളുടെ ഭാര്യ തന്റെ അടുത്ത് വന്നിരുന്നു. അയാൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, കാശ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ കൊടുത്തായിരുന്നു. ഇപ്പൊ തന്റെ ബിൽഡിങ്ങിന്റെ പണി ബ്ലോക്കായി പറഞ്ഞപ്പോ 5-ന് പകരം താൻ 6 കൊണ്ട് വന്നു. ഇനി അങ്ങോട്ടുള്ള തന്റെ ബിൽഡിംഗ് പണിന്റെ കാര്യം സാറേ ചതിക്കരുത് സാറേ. തെറ്റുപറ്റിപ്പോയി സാർ. സാറേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. പ്ലീസ് സാർ. എടോ, താൻ ഒരു കാര്യം ചെയ്യും. ഇതെടുത്ത് അയാൾക്ക് കൊടുക്കും. അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അതിപ്പോ ഒരു ഉപകാരത്തിൽ കൊടുക്കും. അവർ വലിയ കഷ്ടത്തിലാണ്. ആ പിള്ളേരുടെ പഠിത്തേക്കിൽ നടക്കും. വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കും ആയിട്ട് കൊടുക്കും. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. കുഴപ്പമില്ല, ഭംഗിയായി നടക്കട്ടെ എല്ലാം. എടോ, താനിങ്ങനെ നാട് നിങ്ങളെ കോൺട്രാക്ട് എടുത്ത് നടന്ന് കാശുണ്ടാക്കി നടക്കുമ്പോൾ കൂടെ പണിയെടുക്കുന്നവരെ കൂടെ പരിഗണിക്കടോ. എടോ, അവരൊക്കെ ഉള്ളത് കൊണ്ടാണോ നമ്മളൊക്കെ ഇങ്ങനെ കുരിശ് നിൽക്കുന്നേ? മനുഷ്യത്വം കാണിക്കടോ കൂടെ ഉള്ളവരോട്. ഏതായാലും ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ശരിയാക്കി കേൾക്കാം. താൻ പോയി. താങ്ക്സ് സാർ. ശരി.